പാക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ ഒരു ഡൗട്ട് തോന്നി, അവർക്ക് ചേരുമോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കി. പിള്ളേർക്ക് എന്ത് പെട്ടെന്നാണ് വലുതാവുന്നതെന്ന് അറിയും. ഞാൻ 2011 ഞാൻ എൻ്റെ ടീച്ചിങ് കരിയർ സ്റ്റാർട്ട് ചെയ്ത വർഷം ജൂലൈ 20 ഞാൻ ജോയിൻ ചെയ്യുന്നത് കോളേജിൽ. അപ്പം ആ മാർച്ചിലാണ് നന്ദ ഉണ്ടാവുന്നത്. എനിക്ക് തോന്നുന്നു നന്ദയുടെ ഫസ്റ്റ് ഔട്ടിംഗ് എന്ന് പറയുന്നത് എൻ്റെ കോളേജിലോട്ടായിരുന്നു എന്ന് തോന്നുന്നു. എൻ്റെ അപ്പോയിൻമെൻറ്റ് ഡേ എൻ്റെ കോളേജിൽ എന്നെ അവിടെ ആക്കാൻ വേണ്ടി ചേച്ചിയുടെ ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ കൂടെ കമ്പനി ചെയ്യാൻ. അപ്പം അവൾ ഇത്രയേ ഉള്ളൂ. മാർച്ചിലുണ്ടായ ആൾ ജൂലൈ ആകുമ്പോൾ എത്രയാണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു അവളുടെ ഫസ്റ്റ് ഔട്ടിങ് ഈ എഞ്ചിനീയറിംഗ് കോളേജിലേക്കായിരുന്നെന്ന് തോന്നുന്നു. അന്നത്തെ ഒരു ഫോട്ടോ ഒക്കെ ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ, അവളുടെ ഫസ്റ്റ് ഔട്ടിങ്. എൻ്റെ അവിടെ വന്നതും ജോയിൻ ചെയ്തതും പിന്നെ എൻ്റെ സ്റ്റാഫ് റൂമിൽ എനിക്ക് സ്റ്റാഫ് റൂം കാണാമായിരുന്നല്ലോ. അങ്ങനെ സ്റ്റാഫ് റൂം പോയപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എൻ്റെ കൊളീഗ്സൊക്കെ, ഇപ്പോഴത്തെ കൊളീഗ്സൊക്കെ അന്ന് ഉണ്ടായിരുന്ന ആൾക്കാർ. അപ്പം അവരൊക്കെ കൂടി ഓടി വന്ന് കുഞ്ഞിനെ നോക്കുകയോ എടുക്കുകയൊക്കെ ചെയ്ത് അവൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ പക്ഷേ എന്താ പറയുക, കുറച്ച് ഉണ്ടയായി നല്ല നല്ല ചബി ബേബിയാണ്. ഇപ്പം അതുപോലൊന്നുമല്ല. അപ്പോൾ ആ ഒരു എന്താ ഡുണ്ട മാറിയിട്ട് ഇങ്ങനെയായി. പക്ഷേ എന്താ പറയുക, അന്നത്തെ പോലെ തന്നെ അതേ ഇന്നസെൻസ് എല്ലാം ഇപ്പോഴും ഉണ്ട്. 4 പിള്ളേരും ഡിഫറെൻ്റാണ്. സ്റ്റിൽ ഷീസ് വെരി ഡിഫറെൻറ്റ്. കാരണം എന്താ, അവൾ പണ്ട് തൊട്ടിപ്പോൾ വരെ ഒരേപോലെ. അതാണ് അവളുടെ ഡിഫറൻസ്. മറ്റേ നമ്മൾ എന്താ പറയുക, ചെറിയ പ്രായത്തിൽ തീരെ വേറൊരു സ്വഭാവം, ടീനേജ് വരുമ്പോൾ വേറൊരു സ്വഭാവം, അത് കഴിയുമ്പോൾ വേറൊരു സ്വഭാവം, അങ്ങനെയാണല്ലോ. അധികം പ്രായമൊന്നും ആയിട്ടില്ല, ഇപ്പോൾ 10th ഗ്രേഡിലെത്തി അവൾ. അപ്പം ആ ഒരു പ്രായമായിട്ടും സ്റ്റിൽ ദ സെയിം. അന്നത്തെ ആ ഇന്നസെൻസ് ആവട്ടെ, അന്നത്തെ ആ സ്നേഹമാവട്ടെ, ടച്ച് വുഡ്. നന്ദ ബേബിയാണ് നന്ദ ബേബി. എനിക്ക് തോന്നുന്നു നമ്മൾ ഇപ്പോഴും കൊഞ്ചിക്കുന്നതും അവൾ വഷളാകുന്നല്ല കേട്ടോ, ഇപ്പോഴും കൊഞ്ചിക്കുന്നതും ഇപ്പോഴും അങ്ങനത്തെ എന്തെങ്കിലും ഒരു നമ്മുടെ ഒരു സ്ട്രെസ് റിലീഫാണ് അവൾ. നന്ദയെപ്പോലെ ഒരാളെയും കൂടെ ഞാൻ കാണിച്ചു തരാവേ. ഇവിടെ പാക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ സമയം എൻ്റെ അടുത്ത് തന്നെ ഉണ്ട്, പക്ഷെ എൻ്റെ പുറകിൽ ഒളിഞ്ഞിരിക്കുന്നത് ഒരാളും കൂടെ ഉണ്ട്. ഇതാണ് എൻ്റെ നന്ദ ബേബിയുടെ ഗിഫ്റ്റ്. ഷീ സോ സ്മോൾ, സോ ഇന്നസെന്റ്, സോ ലവ്ലി. ലവ് യു നന്ദ. ഇത്തവണ 10th പക്ഷെ ഒരു ടെൻഷൻ അവളെ കുറിച്ച് ഞങ്ങൾക്കില്ല. അവളായി, അവളുടെ പാടായി, എല്ലാ കാര്യവും സ്വന്തം നോക്കിക്കോളും. ഒന്നും പേടിക്കണ്ട. നല്ല ഗുഡ് ഗേൾ ആണ് ഞങ്ങളുടെ നന്ദ ബേബി. പിന്നെ എന്താ, സ്റ്റേ സ്ട്രോങ്, സ്റ്റേ ബ്ലെസ്ഡ്. അവൾ ഇപ്പോഴേ കരിയർ ഫോക്കസ്ഡ് ആണ്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ നന്ദ. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ ഇന്നസെന്റ്, സ്റ്റേ ലവ്ലി. വി ഓൾ ലവ് യു. ഇപ്പോഴും അവൾ എനിക്ക് ഇത്രയേ ഉള്ളൂ. അവളിപ്പോൾ ഇത്രയേ വലുതായി, എന്നാലും അവൾ എനിക്ക് ഇത്രയേ ഉള്ളൂ. നന്ദ ബേബി. ഗിഫ്റ്റ് റാപ്പിലൊക്കെ പാക്ക് ചെയ്യണമെന്നുണ്ട്, പക്ഷെ ഒരു മടി.